ഹായ് ഹലോ നമസ്കാരം. മല്ലു കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചട്നി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് സമയകാലം നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ചേർക്കാനുള്ളത് 1/4 കപ്പ് ചെറിയുള്ളിയാണ്. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഇതാ നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവം മതി. ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര എളുപ്പമാണത്. ഓക്കെ, ഇതാണ്ടോ എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തായി 1 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങയ്ക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായി ചൂടായിട്ട് വന്നാൽ മാത്രം മതി. നമ്മൾ ഈ തേങ്ങ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നില്ല. നമ്മൾ ചൂടാകുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചട്നിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ്ടോ നല്ലപോലെ മിക്സിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം ചൂട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സേവ് ചെയ്ത് അടുത്തൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. തേങ്ങയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. അരച്ചതിന് ശേഷം ഞാനതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചട്നിയുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ചേർത്താവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒന്ന് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്ര തിക്കിന് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമാക്കി എടുക്കണ്ട. കണ്ടോ, ഈ ഒരു പരുവാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചട്നി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണിത്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഫ്ലേവറാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുവേപ്പിലയാണ്, ഒരു 2 കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ലപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. ഈ ഒരു ചട്നി ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണത്. ഇഡ്ഡലി, ദോശ, പുട്ട്, ആപ്പം, ഇടിയപ്പം ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നൊരു വേറെ ലെവൽ ചട്നി റെസിപ്പിയാണത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ദോശയുടെ കൂടെയാണ് നമ്മൾ ഈ ചട്നി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ മറക്കല്ലേ. ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്